ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ ഡ്രൈവിംഗ് ബീച്ചായ മുഴുപ്പിലങ്ങാടിന് ഇപ്പോൾ ഡബിൾ ബ്യൂട്ടിയാണ്. ബീച്ചിനോട് ചേർന്ന 4 ഘട്ടങ്ങളിലായി 233 കോടി രൂപയുടെ ഗംഭീര പദ്ധതികളാണ് തയ്യാറാകുന്നത്. പദ്ധതിയുടെ 1ാം ഘട്ടം പൂർത്തീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ സഞ്ചാരികൾക്ക് സമർപ്പിച്ചിരിക്കുകയാണ്. തിരമാലയെ തൊട്ട് 4.5 കിലോമീറ്റർ റൈഡ്. ഇന്ത്യയിൽ ഇത്രയും നീളത്തിൽ ബീച്ച് ഡ്രൈവ് നടത്താൻ കഴിയുന്ന മറ്റൊരിടമില്ല. ലോകത്തെങ്ങുമുള്ള വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായ മുഴുപ്പിലങ്ങാട് ബീച്ച് വീണ്ടും മുഖം മിനുക്കുന്നു, കൂടുതൽ സുന്ദരമാകുന്നു. $233 കോടി രൂപയുടെ 4 ഘട്ടങ്ങളായുള്ള വികസനം. കടൽ തീരത്തെ വാക്ക്വേ, ഒപ്പം കുട്ടികളുടെ പാർക്ക്, ഭക്ഷണശാലകൾ, വ്യത്യസ്തമായ ഇരിപ്പിടങ്ങൾ, ഫോട്ടോ പോയിന്റുകൾ, ധർമ്മടം ബീച്ചും ധർമ്മടം ദ്വീപിനെയുമൊക്കെ ചേർത്തുള്ള ഗംഭീര പദ്ധതികൾ. കാഴ്ചയുടെ സാഗര സൗന്ദര്യം ഒരുക്കാൻ മുഴുപ്പിലങ്ങാട് ഒരുങ്ങിക്കഴിഞ്ഞു. ആദ്യഘട്ടം പൂർത്തിയാക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ സഞ്ചാരികൾക്ക് തുറന്നു നൽകി. മുഴുപ്പിലങ്ങാട് ധർമ്മടം സമഗ്ര ബീച്ച് ടൂറിസം വികസന പദ്ധതി നാടിന് സമർപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. ഏഷ്യയിലെ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ബീച്ചാണിത്. ഡ്രൈവിംഗ് ബീച്ച് എന്ന നിലയ്ക്ക് നമ്മുടെ രാജ്യത്തെ ഏറ്റവും ദൈർഘ്യമുള്ള ബീച്ചാണ്. ടൂറിസ്റ്റുകൾക്ക് ബീച്ചിലൂടെ ഡ്രൈവ് ചെയ്യുക എന്നത് വലിയൊരു ഹരമായി മാറുന്നുണ്ട്. ആ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ സംസ്ഥാനം ടൂറിസം രംഗത്ത് വലിയൊരു തിരിപ്പിലാണ് നിൽക്കുന്നത്. വിനോദസഞ്ചാരികൾ, ആഭ്യന്തര സഞ്ചാരികളുമുണ്ട്, വിദേശ സഞ്ചാരികളുമുണ്ട്. ഇവരെല്ലാം കൂടുതലായി ആകർഷിക്കാൻ ഈ ബീച്ചിന് കഴിയുമെന്നാണ് പ്രത്യേകത. ഈ പ്രദേശത്തിൻ്റെ വികസനം ഇതിൻ്റെ ഭാഗമായി വരുമെങ്കിലും യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ആകെ ടൂറിസം വികസനത്തിന് ഈ പദ്ധതി ഉപകരിക്കും. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പാർക്ക് ആരുടെയും മനം കവരും. കേരള ടൂറിസത്തിന്റെ വടക്കൻ ഹബ്ബായി മുഴുപ്പിലങ്ങാട് മാറുമെന്നാണ് പ്രതീക്ഷ. ടൂറിസം വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളിലൊന്നാണ് മലബാറിന്റെ ടൂറിസം മേഖലയെ ഉണർത്തി കേരളത്തിന്റെ ടൂറിസം മേഖലയുടെ കുതിപ്പിന് വേഗത വർദ്ധിപ്പിക്കുമെന്നുള്ളത്. അതും ഇവിടെ യാഥാർത്ഥ്യമാവുകയാണ്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അവധിക്കാലം, മെയ് മാസമാണ് ഏറ്റവും അധികം അവധിക്കാലം നാടാകെ ആസ്വദിക്കുന്നത്. അങ്ങനെ ആസ്വദിക്കാൻ പറ്റുന്ന മനോഹരമായ ഒരു ബീച്ച് ഇത് കേരളത്തിൽ, അതും ഒരു ഡ്രൈവിംഗ് ബീച്ച്, എല്ലാവരുടെയും കഠിനാധ്വാനത്തിന്റെ ഭാഗമായി ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഇങ്ങനെ മുഴപ്പിലങ്ങാട് ബീച്ചിനെ മാറ്റി തീർക്കണമെന്ന് വിഭാവനം ചെയ്ത കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ തന്നെ ആദ്യമായി ഞാൻ ടൂറിസം വകുപ്പിന് വേണ്ടി പ്രത്യേകം അഭിവാദ്യം ചെയ്യാൻ. ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് ഞങ്ങൾ കുറച്ചുപേർ ഡ്രൈവിംഗ് ബീച്ചിലൂടെ ഒന്ന് യാത്ര ചെയ്തു. മനോഹരമായ അനുഭവമാണ് എല്ലാവർക്കും ഉണ്ടായിട്ടുള്ളത്. അത് 4.5 കിലോമീറ്ററോളം നമുക്ക് കാറിലും ബൈക്കിലും ഒക്കെ യാത്ര ചെയ്യാൻ വേണ്ടി പറ്റുന്നു. ഈ ബീച്ച് ആസ്വദിക്കാൻ പറ്റുന്നു. അത് വലിയ മാറ്റം നമ്മുടെ നാട്ടിലുണ്ടാക്കും. നാട്ടിലെ മാറ്റം എന്ന് പറഞ്ഞാൽ അത് ഈ പ്രദേശത്തിൻ്റെ മാറ്റം കൂടിയാണ്. ഈ പ്രദേശത്തെ സാധാരണ മനുഷ്യർ മുതൽ ചെറുകിട കച്ചവടക്കാർ മുതൽ റിസോർട്ട് നടത്തുന്ന ഉടമകൾ വരെ ഈ മാറ്റത്തിൻ്റെ ഭാഗമായി മാറും. അതാണ് ടൂറിസത്തിൻ്റെ മാറ്റം. ഒരു നാടിൻ്റെ സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായ മാറ്റത്തിന് ടൂറിസം വികാസം ഏറെ സഹായിക്കുമെന്നുള്ളത് നമുക്കറിയാം. നിരവധി രാജ്യങ്ങൾ തന്നെ ടൂറിസത്തിൻ്റെ വികാസത്തിൻ്റെ ഭാഗമായി കുതിച്ച് പൊന്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ആ നിലയിൽ ഈ പ്രദേശമാകെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ദേശീയപാതയുടെ വികാസം കൂടി ആയതോടുകൂടി സഞ്ചാരികൾക്ക് വേഗത്തിൽ ഇവിടെ എത്താനും ഏറെ സാധ്യമാകും. 1ാം ഘട്ടത്തിൽ പൂർത്തിയായ ലോക നിലവാരത്തിലുള്ള വാക്ക്വേയും കഫറ്റീരിയയുമൊക്കെ മുഴുപ്പിലങ്ങാടിനെ ഇഷ്ടപ്പെടാൻ സഞ്ചാരികളുടെ കാരണങ്ങളായി മാറും.
ആഭ്യന്തര വിദേശ വിനോദസഞ്ചാരികൾ ഇനി മുഴുപ്പിലങ്ങാട് എത്തുമ്പോൾ ഡബിൾ എന്റർടൈൻമെന്റ്.